അസ്സലാമലൈക്കും നമസ്കാരം ഫ്രണ്ട്സ്. ഗരം മസാലയുടെ പുതിയൊരു ഇഫ്താർ റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് ഒരു സ്പെഷ്യൽ സ്നാക്കാണിത്. വേറൊന്നുമല്ല, മത്തൻ ഷേപ്പിൽ മത്തൻ ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഒരു വെറൈറ്റിയാണ്. പിന്നെ ഇത് ഓയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കുന്നതല്ല, നല്ല സ്റ്റീം ചെയ്തെടുത്ത സ്നാക്കാണ്. അപ്പോൾ ധൈര്യമായിട്ട് തന്നെ കഴിക്കാം. ഓയിലൊന്നും വേണ്ടാന്ന് ഉദ്ദേശിക്കുന്നവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇത് നല്ലൊരു ഇഫ്താർ സ്നാക്കായിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അതുപോലെ തന്നെ നല്ല ടീ ടൈം സ്നാക്കായിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഈ സ്പെഷ്യൽ പംകിൻ സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ ഞാൻ മത്തൻ എടുത്തിരിക്കുക കേട്ടോ. മത്തൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളത്. ഈ മത്തനെ നമുക്ക് വേവിച്ചെടുക്കുക വേണ്ടത്. അപ്പോൾ ഈ മത്തനിലോട്ട് ഞാൻ വെള്ളം ഒഴിക്കാം കേട്ടോ. മത്തൻ കവർ ചെയ്യുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നിൽ തിളപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ പ്രഷർ കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് നമ്മുടെ മത്തന് വെച്ചിട്ടുള്ളത്. നമുക്കിനി ഇത് അടച്ച് വെക്കാം. നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ ഇത് വേവിച്ചെടുക്കാം. ഇവിടെ ഞാൻ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിരിക്കുക കേട്ടോ. വെള്ളത്തിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 1.25 കപ്പ് അരിപ്പൊടി കേട്ടോ. അപ്പോൾ അതേ അളവ് തന്നെ ഇവിടെ വെള്ളം എടുത്തിട്ടുള്ളത്. 1.25 കപ്പ് തന്നെയാണ് വെള്ളം എടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് വെള്ളം മാറ്റി വെക്കുന്നത് നല്ലതാണ്. ഒരു അരിപ്പൊടിക്ക് അനുസരിച്ച് ചിലപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടി വരും. അപ്പോൾ ഏകദേശം 1/4 കപ്പോളം വെള്ളം തിളച്ചത് മാറ്റി വെക്കണം. ഇനി നമുക്ക് അരിപ്പൊടി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് ചേർക്കാം. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. ഇത് പൂവട, പത്തിരി അങ്ങനെയൊക്കെയുള്ള ഐറ്റംസിന് നമ്മൾ മാവ് തയ്യാറാക്കിയെടുക്കുന്ന അതേ രീതിയിൽ മാവ് റെഡിയാക്കി കുഴച്ച് വെക്കുക വേണ്ടേ. ലൈറ്റ് യെല്ലോയിഷ് ഷെയ്ഡ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. 1-2 പിഞ്ച് മതി. നല്ല മഞ്ഞ കളർ വേണ്ട. നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു ലൈറ്റ് യെല്ലോയിഷ് ഷെയ്ഡ് നമുക്ക് കിട്ടും. ഇനി വേണമെങ്കിൽ നമ്മുടെ വെള്ളത്തിൽ മിക്സ് ചെയ്താലും മതി കേട്ടോ. ഈ പൊടി നന്നായിട്ട് കുക്കായി വരണം. എന്നാലേ ഉള്ളൂ നമ്മുടെ ഈ മത്തന് കൊണ്ടുള്ള സ്റ്റീംഡ് സ്നാക്കും നല്ല ടേസ്റ്റിൽ കുക്കായി കിട്ടുള്ളൂ. ഒരു സ്വീറ്റ് സ്നാക്കാട്ടോ ഇത്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് 1-2 മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ. നമ്മുടെ കുക്കറിൽ ഒരു വിസിൽ പോയതിന് ശേഷം പ്രഷറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി കുക്കർ തുറക്കുകയാണ്. ഞാൻ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചത്. ആ വെള്ളം കണ്ടോ, കുറച്ച് വെള്ളം. നമുക്ക് ഈ വെള്ളം ഒഴിവാക്കാം. ഇതൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഒരു പൊട്ടാറ്റോ മാഷർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്താൽ മതി. ഇനി പൊട്ടാറ്റോ മാഷറിൻ്റെ ആവശ്യമൊന്നുമില്ല. വെറുതെ ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് തന്നെ മാഷ് ആയി വരും. ഇതിലോട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വാനില എസൻസ് ഒഴിക്കാം. വാനില എസൻസോ എക്സ്ട്രാക്റ്റോ ഒഴിക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂണൊക്കെ മതി, ഒരുപാടൊന്നും ആവശ്യമില്ല. ഇനി ഇതിന് പകരമായിട്ട് ഏലക്കാപ്പൊടി ചേർത്താൽ മതി. എന്തായാലും ഒരു ഫ്ലേവർ ചെയ്യാൻ ചേർക്കണം കേട്ടോ. കാരണം മത്തൻ്റെ സ്മെല്ല് സ്നാക്കിൽ അത്ര നന്നായിരിക്കില്ലല്ലോ. അടുത്തതായിട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് വേണ്ടത്. നമുക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് റെഡിയാക്കി വെച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനിവിടെ സ്റ്റോർ ബോട്ടിൽ പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. ഇതിന്ന് ഏകദേശം ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിവിടെ ആകെ 1 കപ്പ് മത്തനെ എടുത്തിട്ടുള്ളൂ. അത് ഇതിന് സ്വീറ്റ്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താലുള്ളൂ കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ വെറുതെ പഞ്ചസാര ചേർത്താലൊന്നും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ പാൽപ്പൊടിയും പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്താലും മതി. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ കളർ ആകെ മാറിപ്പോയി അല്ലേ. നമ്മുടെ മത്തൻ്റെ മിക്സ് ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. കാരണം നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ എന്തായാലും ഒന്ന് ലൂസായി വരും. നമുക്ക് സ്പൂൺ കൊണ്ട് കോരിയെടുത്ത് ഫില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് മാറ്റണം ഇതിനെ. അല്ലെങ്കിൽ നമ്മുടെ സ്നാക്ക് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ പെർഫെക്റ്റായി വരില്ല. അതല്ലേ, ഒരുവിധം ഡ്രൈ ആയി കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ ഫില്ലിങ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുക വേണ്ടേ. നമ്മൾ ചൂടുള്ള നമ്മുടെ അരിപ്പൊടിയുടെ മിക്സ് ആട്ടോ. ഇതിലോട്ട് നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഒരു 1-2 ടേബിൾ സ്പൂൺ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടോ. വേണ്ടത് നമ്മൾ പത്തിരിക്ക് മാവ് റെഡിയാക്കി എടുക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഒരു ലൈറ്റ് യെല്ലോയിഷ് ഷെയ്ഡായിട്ടോ. ഞാൻ പെട്ടെന്ന് കുഴച്ച് കിട്ടാവുന്നതിന് വേണ്ടിയിട്ടേ ഒരു ഇടിക്കല്ലിൻ്റെ കുഴ ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുപാട് കുഴച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ ഇത് നല്ല ചൂടല്ലേ. പിന്നെ ഈ ചൂടോടുകൂടി തന്നെ കുഴച്ച് വെച്ചാലുള്ളൂ സോഫ്റ്റായി കിട്ടുക. അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം നിന്ന് കുഴക്കേണ്ടി വരും. കയ്യിൽ കുറച്ച് വെള്ളമൊക്കെ തടവിയിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായി വരുന്നവരെ കുഴച്ചെടുക്കാം കേട്ടോ. ചിലവരൊക്കെ പറയാറുണ്ട് പൂവട പൊട്ടി പോകാറുണ്ട്.
അങ്ങനെ പൊട്ടാനുള്ള ചാൻസ് ആണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് ഈ പൊടി റെഡിയാക്കി എടുത്താൽ മതി. എന്നാൽ പെട്ടെന്ന് പൊട്ടിപ്പോകില്ല കേട്ടോ. ഫില്ലിങ് കണ്ടില്ലേ, ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ സൗകര്യമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഓരോ മാവായിട്ട് എടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ മാവ് എടുക്കുന്നത്, ഒരു ഹാൻഡ്ഫുൾ. ഇനി ഞാനിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. ഒന്ന് ഉരുട്ടിയിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. ഇങ്ങനെ ഉരുട്ടി ഇനി ഞാനിതിൻ്റെ അകത്ത് ഒരു സ്പൂണ് ഫില്ലിങ് വയ്ക്കുകയാണേ. നമ്മൾ കുഴക്കട്ടയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഉരുട്ടിയെടുക്കില്ലേ, അതേപോലെ അങ്ങ് ഷേപ്പ് ചെയ്തെടുക്കട്ടെ നമുക്ക്. ഈ ഒരു ഷേപ്പാണ് വേണ്ടത്. മത്തൻ സ്നാക്ക് റെഡി ആയിട്ടുണ്ടേ. അപ്പം ഇനി നമുക്ക് അടുത്തത് റെഡിയാക്കി എടുക്കാം. കൈ ജസ്റ്റ് ഒന്ന് നനച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ഒന്ന് കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഹാൻഡ്ഫുൾ മാവ് എടുത്തു, നന്നായിട്ടൊന്ന് ഉരുട്ടി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് പരത്തിയെടുക്കുക വേണ്ടേ. ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു ടീസ്പൂൺ നമ്മുടെ മിക്സ് വയ്ക്കാം. ഈ മിക്സ് എത്രത്തോളം മധുരമുണ്ടോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. പിന്നെ ഈ മാവ് നല്ല സ്മൂത്തായിരിക്കണം, പൊട്ടിപ്പോകുകയൊന്നും ചെയ്യരുത് കേട്ടോ. മത്തൻ്റെ ഷേപ്പ് കണ്ടിട്ടില്ലേ, അതുപോലെ കേട്ടോ നമുക്കിത് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഷേപ്പ് ഇത് മതിയേ. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, എല്ലാ സ്നാക്കുകളും നമ്മൾ നേരത്തെ റെഡിയാക്കി. ഇനി ഇത് ഇത്രയും റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ഇവിടെ നമ്മുടെ സ്റ്റീമറിൽ ഞാൻ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ട് ഈ തട്ടിൽ ഞാൻ എണ്ണ തടവി വെക്കൂടെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്നാക്ക് ഇവിടെ വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ടാവും. 15 മിനിറ്റിന് ശേഷം ഞാൻ നമ്മുടെ സ്റ്റീമർ തുറക്കട്ടോ. കുക്കായി വന്നിട്ടുണ്ട് നമ്മുടെ സിമ്പിൾ സ്നാക്ക്. ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നല്ല ചൂടോടുകൂടെ തന്നെ ഇത് എടുക്കരുത് കേട്ടോ. ചൂടോടുകൂടെ എടുത്താൽ പൊട്ടി പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്ന് ചൂട് പോയതിന് ശേഷം നമുക്കിത് എടുക്കാം. ഒരു 1-2 മിനിറ്റ് വെച്ചതിന് ശേഷം എടുത്താൽ മതി. വളരെ കെയർ ചെയ്തിട്ട് തന്നെ എടുക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. നമ്മുടെ ആദ്യത്തെ ബഞ്ച് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അടുത്ത ബഞ്ച് ഞാൻ സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഒരെണ്ണം ചെറുതാണ്, 13 എണ്ണം കിട്ടിയിട്ട് 1.25 കപ്പ് അരിപ്പൊടി എടുത്തിട്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള സ്നാക്ക് കേട്ടോ ഇത്. ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കൂടെ വേണം, എന്നാലേ ഉള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ കണ്ടാൽ മത്തൻ്റെ ഒരു ഷേപ്പൊന്നും ഇല്ലല്ലോ. കത്തിയിൽ കുറച്ച് എണ്ണ അപ്ലൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്നാക്ക് എടുത്തിട്ട് മുറിച്ചെടുക്കാം. നല്ലോണം ഉള്ളിലോട്ട് പോവുകയും ചെയ്യരുത്, ഉള്ളിലത്തെ ഫില്ലിങ് പുറത്ത് വരരുത്. ഇനി മുകളിലൊന്ന് പ്രസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ എക്സാക്റ്റ്. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുമെങ്കിലും ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ നല്ല ഷേപ്പിൽ തന്നെ വരും കേട്ടോ. കണ്ടില്ലേ, സെർവ് ചെയ്യുന്നതിൻ്റെ മുമ്പേ ജസ്റ്റ് ഒന്ന് മുറിച്ചെടുത്താൽ മാത്രം മതിയേ. നേരത്തെ ഒന്ന് മുറിച്ച് വെക്കണം എന്നൊന്നുമില്ല. ഇനി ഇതിനെ ഒന്നുകൂടെ സുന്ദരാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കറിവേപ്പില കേട്ടോ എടുത്തിട്ടുള്ളത്. കറിവേപ്പില എടുക്കാം. പുതിനയില ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പം എൻ്റെ കയ്യിൽ പുതിനയില ഇല്ല, അപ്പോൾ ഞാൻ കറിവേപ്പില എടുക്കുന്നത്. ഇനി ഇതൊന്ന് 2 ലീഫ് വരുന്ന പോലെ ഞാൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് ഈ സ്നാക്കിൻ്റെ ഇവിടെ ആയിട്ട് നമുക്ക് കുത്തി വയ്ക്കാം. ഒരു ഡിഫറെൻ്റ് ആയിരിക്കും, ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആയിരിക്കും. ഇത് നമുക്ക് സ്റ്റീംഡ് സ്നാക്കാണ്. അപ്പോൾ എണ്ണ എന്ന് പറഞ്ഞിട്ട് സ്നാക്കൊന്നും കഴിക്കാത്തവരുണ്ടെങ്കിൽ അവർക്കൊന്നും പ്രശ്നമില്ല കേട്ടോ. ഈ സ്റ്റീംഡ് സ്നാക്ക് ആയതുകൊണ്ട് അപ്പോൾ അടിപൊളിയായില്ലേ. നമ്മുടെ സ്പെഷ്യൽ സ്നാക്കിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ സ്നാക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.